എടാ ജയ്സ, അതുകൊണ്ടാണ് ഞാനീ പറയണേ. അപ്പൻ്റെ ആഗ്രഹപ്രകാരം ഒരു കൊല പടക്കം പൊട്ടിച്ചിട്ട് നമ്മൾ ആഘോഷിച്ചെന്ന് പറയുന്ന ഈ നാട്ടുകാർ ഇപ്പം അപ്പൻ ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ വീതം വെക്കാറിയ എന്ത് പറയും? നമ്മൾ അപ്പനെ തല്ലിക്കൊന്നു പറയും സ്വത്തിന് വേണ്ടി. ഓ, വലിയ വീട്ടിലെ കാരണവന്മാർ ചാകുമ്പോൾ നാട്ടുകാർ എന്തെങ്കിലും ഇതുപോലുള്ള ഉന്നായ്മകളായിട്ടൊക്കെ വരും. അത് അവർക്കൊരു ഹരമാണ്. നമ്മളതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ചേട്ടായിക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ പള്ളിയിൽ അച്ഛനില്ല കുരുട്ടടയ്ക്കാം. നമ്മളിവിടെ പടക്കം പൊടിച്ച പാർട്ടി നടത്തിയെന്നാ ഉച്ചപ്രസംഗത്തിൽ തട്ടിവിട്ടത്. വേറെ കുറെ പരനാറികളുണ്ട്, അവന്മാർക്ക് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താത്തില്ല. ഏറ്റവും വലിയ കഴപ്പ് ഉണ്ടാവിടെ പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കുന്ന ചർച്ചയായിട്ടുണ്ട്. ആ സമയത്ത് കുട്ടപ്പച്ചേട്ടയെ കുറിച്ച് ബെറ്ററാന്ന കാണിച്ചായിരുന്നല്ലോ. ഇത് വിടങ്ങളെ നമ്മളായിട്ട് പോലും സംസാരിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതെ, പിന്നെ പറഞ്ഞാണ് ഗോസിപ്പായിട്ട് മാറുന്നത്. അല്ല മോളെ, അങ്ങനെ സംസാരം നടപ്പുണ്ട്. ഞാൻ പുറത്തിറങ്ങി കിടക്കണല്ലേ, ഞാൻ സ്ഥിരം കേൾക്കണതാണല്ലോ. ഞാനിതങ്ങ് ഒഴിയാം, നിങ്ങൾ സംസാരിക്കും. എടാ ജയ്സ, അപ്പന്റെ ബാങ്കിൽ ഇഷ്ടം പോലെ കാശ് കിടക്കുന്നില്ല. അതെടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നു ചേട്ടാ, അതിപ്പോൾ ഒരുമാതിരി പട്ടിക്ക് മുഴുന്നങ്ങ് കിട്ടിയ പോലെ എടിപിടിയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ടൈം എടുക്കും. എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയുണ്ട്. തൽക്കാലം അത് വെച്ച് കാര്യങ്ങൾ ഓടിക്കുക. കുതിരയെ വിറ്റപ്പോൾ കിട്ടിയ കാശ് എല്ലാവരും കൂടെ അപ്പൻ്റെ നിന്ന് കടം വാങ്ങിച്ചത്. എന്നാലും അതുകൊണ്ടൊന്നും ആയില്ലടാ. മുന്നോട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വേണ്ടേ? തീരുമാനത്തിൽ മാറ്റം ചേട്ടായി. മുണ്ടക്കയത്തെ കടയും സ്ഥലവും ചേട്ടായിക്ക് തന്നെ. അത് റൺ ചെയ്യാനുള്ള ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. തോട്ടോ അതിൽ നിന്നുള്ള ആദായം ജോമോൻ ചേട്ടായിക്ക്. ഫെലിക്സ് ചേട്ടായി പറഞ്ഞ പ്ലാനിൽ ഒരു മാറ്റമില്ല. വീതം ഇപ്പോൾ വേണ്ട. ചേട്ടായി പറഞ്ഞിട്ട് ആണ്ട് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം ഇങ്ങനെ പോട്ടെ ചേട്ടായി. വീട് എൻ്റെ ആണെങ്കിലും ഇവർക്കൂടെ നിൽക്കാമല്ലോ. എന്നാ പറയുന്നത്? കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലടാ. എനിക്കറിയാൻ പാടില്ലാത്തത് 40 നടത്താൻ അച്ഛൻ നീ ഇങ്ങോട്ട് വരുമോ എന്നുള്ളതാണ്. ചേട്ടാ ഇമ്മ കള്ളു പിടിച്ചിട്ട് അലമുണ്ടാക്കി, അത് വേറെ പ്രശ്നമാണ്. എടാ, എന്നെ കൊണ്ട് എന്ത് പ്രശ്നം? ഞാൻ ഈ നാട്ടുകാർ കണകുണാന്ന് ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ ഈ പറയണേ. ചേട്ടേ, നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ചേട്ടായി പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആർത്തി അപ്പം കാണുന്നുണ്ടെന്ന്. എനിക്കുണ്ട് ചേട്ടായി. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പോട്ടല്ലേ? എന്ത് പറയുന്നു? ഓക്കെ. എന്നാ ഒരു ഗ്ലാസ് മറത്തടാ. ജോജി കൊള്ളാടാ, നിന്നെക്കുറിച്ച് എനിക്ക് ഒരു ഹോപ്പും ഇല്ലായിരുന്നു കേട്ടോ. നന്നായി. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെല്ലാവരും കുട്ടപ്പച്ചേട്ടയുടെ ക്വാളിറ്റി കാണിച്ചു. ഞങ്ങളുടെ അപ്പം ചാകുമ്പോൾ 2 ഏക്കർ പറമ്പ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേര് ഞാനും എൻ്റെ അനീച്ചാനും കേസ് 4.